ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ പച്ചരിയും ഉഴുന്നും ഒന്നും അരച്ച് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ തലേദിവസം മാവ് കൂട്ടി വെച്ചിട്ടുമില്ല. അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലപ്പമാണ്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പാലപ്പം ചെയ്തിട്ടുള്ളത്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ അരികൊക്കെ മൊരിയിപ്പിച്ചെടുത്തിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ രാവിലെ നമുക്ക് തലേദിവസമൊക്കെ മാവ് അരച്ച് വെക്കാനൊക്കെ വിട്ടുപോയ സമയത്ത് ഇപ്പം രാവിലെ പാലപ്പമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഈസിയുമാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. അപ്പം ഞാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റിലുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വേണ്ടി വരിക കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് നല്ല നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചിരവിയത്. തേങ്ങ ഇത്തിരിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഒക്കെ നല്ലതാണ് നമുക്കിതിൽ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളത് 1/4 കപ്പ് ചോറാണ്. അപ്പം തേങ്ങ എടുത്ത അതേ അളവിൽ നിറച്ചും ചോറ് എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചോറ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ അപ്പത്തിന് മധുരമൊന്നും ഉണ്ടാവില്ല പഞ്ചസാര ചേർത്തിട്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണിലും ഇത്തിരിയും കൂടെ കൂടുതൽ ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് വരെ ഉള്ളൂ, അര ടീസ്പൂണോളം ഇല്ല. നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഞാനിതാ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ചില അരിപ്പൊടിക്ക് ഈ വെള്ളം മതിയാകൂല, ചിലപ്പോൾ ഇത്രയും വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ എടുത്ത പൊടിക്ക് അനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ വേണ്ടി വരിക. വറുത്ത അരിപ്പൊടിയല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് അരച്ചെടുക്കാൻ പാകത്തിനാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒത്തിരി അങ്ങോട്ട് ലൂസാക്കി എടുക്കരുത്. ഇത് അരയ്ക്കുന്ന സമയത്തും ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ്. ആദ്യം തന്നെ നമ്മൾ വെള്ളം കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിതിൽ വെള്ളം ചേർക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. ഇപ്പോൾ ഇതൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു തേങ്ങയും ചോറും ഒക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം അത്രത്തോളം തന്നെ മതിയാകും. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലത് നന്നായിട്ട് കൈ വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ വടിച്ചെടുക്കുക കേട്ടോ. ബാറ്ററിൻ്റെ അളവ് ഈ ഒരു പാകത്തിലാക്കി എടുക്കുക. അപ്പോൾ കട്ടിയാണെങ്കിൽ ഇത്തിരി വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനത് മൂടി വെക്കുകയാണ്. ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെക്കുന്നുണ്ട്. കാരണം നമ്മളൊരു അര ടീസ്പൂൺ തികച്ച് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 1/4 മണിക്കൂറൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ എടുക്കുമ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മണിക്കൂറോളമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മാവ് നല്ലോണം ഒന്നും കൂടെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തി കലക്കി എടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിത് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി. അപ്പോൾ ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓരോ തവണയും ഒഴിച്ച് കൊടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്രത്തോളം മാവ് ഒഴിച്ച് കൊടുക്കണം എന്നുള്ളത്. ചിലപ്പോൾ നല്ല കട്ടിക്കൊക്കെ വരും. അപ്പോൾ ഇവിടെ ഈ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ നടുഭാഗത്തിൽ ഇത്തിരി കട്ടി കൂടുതലാവണത് ഇഷ്ടമല്ല കേട്ടോ കുട്ടികൾക്ക്. അതുകൊണ്ട് ഞാൻ ഇത്തിരി മാവ് കുറച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതുപോലെ ഇത് മൊരിയിപ്പിച്ചെടുക്കേണ്ടതും. അപ്പോൾ ഇത് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ഹോൾസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വന്ന ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഞാനിതാ മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ ഒരു പാലപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഒന്നും കൂടെ ഒക്കെ മൊരിയിപ്പിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വല്ലാതെ അങ്ങോട്ട് മൊരിയിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അല്ലാണ്ട് ദോശച്ചട്ടിയിൽ നമുക്ക് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തെടുക്കുക. നമുക്ക് സാധാരണ അപ്പം പോലെ ഉണ്ടാക്കുമല്ലോ, ദോശ പോലെ ചെറിയ ദോശ പോലെ, അപ്പം അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിത് പാലപ്പം അപ്പത്തിൻ്റെ ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിന് താല്പര്യത്തിന് ചെയ്താൽ മതി. അപ്പം ഞാനത് അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഓരോ ഗ്യാസിനും ഓരോ ഫ്ലെയിമിലായി ഉണ്ടാവുക, ചിലപ്പം കൂടുതലാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് വരുന്ന ആ ഒരു ടൈം ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല. മൂടി വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഞാൻ മൂടി വെച്ച്, അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മൊരിയിപ്പിച്ചത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ. നമ്മുടെ പാലപ്പം കണ്ടോ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പാലപ്പം കണ്ടോ. നല്ല അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗം കണ്ടോ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം മാവൊന്നും കൂട്ടി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ അളവിലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ടൈം നമുക്ക് വെക്കേണ്ടി വന്നത്, അരമണിക്കൂർ 3/4 മണിക്കൂറോളം വെക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്ര സമയം നമുക്ക് കയ്യിലുണ്ടെങ്കിൽ അത്രയും ഈസ്റ്റ് ചേർത്താൽ മതി. അതെല്ലാ ടൈം ഇല്ല എന്നാണെങ്കിൽ 1/4 മണിക്കൂർ കൊണ്ടൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തയക്കാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന മക്കൾക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.